അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിന്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായ ഒരു പ്രഭാതവും അതിമനോഹരമായ ഒരു ദിവസവും സമ്മാനമായി തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അതിവിശിഷ്ടമായൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ വാക്ക് പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ്. അതിൻ്റെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൽബിന്റെ കണ്ണാടി തുറക്കും. കൽബൊന്ന് തുറക്കും. കൽബിന്റെ വാതിൽ തുറന്നിട്ട് ആ കൽബിലൂടെ റബ്ബുൽ ആലമീനായ അള്ളാനെ കാണാൻ നമുക്ക് പറ്റും. ആ ദിക്ർ ഏതാണെന്നൊന്ന് പഠിക്കണം. അതത് മറ്റൊരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതൊന്ന് മുഴുവൻ മനസ്സിരുത്തി കേൾക്കുക. മനസ്സിരുത്തി കേട്ടാൽ നിങ്ങളുടെ കൽബ് തുറക്കും, നിങ്ങളുടെ ടെൻഷൻ നീങ്ങും, നിങ്ങൾക്ക് അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ലഭിക്കും. നിങ്ങൾ പൊട്ടിക്കരയും ഇൻഷാ അള്ളാഹ്. അതിനുശേഷം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ഏതായാലും ആ വിഷയം നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് കേട്ടു നോക്കിക്കേ. അൽഹംദുലില്ലാഹ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എവിടെ എത്തിയിട്ടില്ല, എവിടെ എത്തിയില്ല. അങ്ങനെ ഒരു സംഗതിയാണ് അൽഹംദുലില്ലാഹ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയത്ത് ഒന്ന് നോക്കിക്കേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ പറഞ്ഞത് സർവസ്തുതിയും ആർക്കാണ്? എങ്ങനെയുള്ള അല്ലാഹ്? റബ്ബുൽ ആലമീൻ. റബ്ബ് എന്ന് പറഞ്ഞ ആരാ നമ്മൾ പറഞ്ഞേ? ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനാണോ? പിന്നെ എനിക്കെന്താണോ ഗുണം അത് തരുന്നവനാണ് ആര്? എനിക്ക് രോഗമായിരിക്കും ചിലപ്പോ ഗുണം, ചിലപ്പോ ആരോഗ്യമായിരിക്കും, അല്ലേ? ചിലപ്പോ ദാരിദ്ര്യമായിരിക്കും ഗുണം, ചിലപ്പോ സമ്പന്നതയായിരിക്കും. ഇത് എന്നെക്കാൾ അറിയുന്നത് ആർക്കാണ്? അല്ലാഹ് വേണ്ടതൊക്കെ തരും. അവനാണ് ആര്? റബ്ബുൽ ആലമീൻ. ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മുഅ്മിനാവുക എന്നാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ശരിക്കും രണ്ട് പാർട്ടാണ്. എത്ര പാർട്ടാണ് എന്നൊക്കെ പറഞ്ഞു. എവിടെ ഒരു ഉഷാറില്ല. രണ്ട് വാച്ചാണ് അല്ലേ? ഒന്ന് അൽഹംദുലില്ലാ, മറ്റതോ റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ എന്താ? അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതിനപ്പുറം ഒരടിമയായി, ഒരടിമയുടെ സമർപ്പിച്ചുകൊണ്ടുള്ള സമർപ്പണത്തിന്റെ പ്രഖ്യാപനമാണേത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ. നീ എനിക്ക് എന്ത് തന്നാലും പടച്ചോനെ എനിക്ക് തൃപ്തിയാണ് അല്ലാഹ്. അതാണ് എന്ത്? അൽഹംദുലില്ലാ. അല്ലേ? അല്ലേ ഒന്ന് പറഞ്ഞേ. ഇതാണെന്ത്? ഈ വിഷയത്തോട് 100% നീതി പുലർത്തിയവർക്കല്ലാതെ നിസ്കാരത്തിൽ ആസ്വാദനം ലഭിക്കില്ല, ജീവിതത്തിൽ സമാധാനം ലഭിക്കില്ല, നാളെ പരലോകത്തും സന്തോഷം ലഭിക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹ് മുഅ്മിനേതവസ്ഥയിലും എന്തു പറയും എന്ന് പറഞ്ഞ് എന്തു പറയും? അൽഹംദുലില്ലാ. നമ്മുടെ ഐസ്ക്രീം ഒക്കെ റെഡി അല്ലേ? അല്ലേ? അൽഹംദുലില്ലാ. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങടെ അകത്തോട്ട് കയറിയിരിക്കണം കേട്ടോ എല്ലാവരും. നിസ്കരിക്കണം. ഇനി നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഒരു അധികാരം ഏറ്റെടുക്കുകയാണ് നമ്മൾ. അധികാരം മുഖ്യമന്ത്രി പദത്തിലേക്ക് പോകുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ഉണ്ട്. ഗവർണർ ആകുമ്പോ ഉണ്ട്, പിന്നെ MLA ആകുമ്പോ ഉണ്ട്, എന്തിനേറെ പഞ്ചായത്ത് മെമ്പർ ആകുമ്പോൾ പോലും സത്യപ്രതിജ്ഞ ഉണ്ട്. എന്താ സത്യപ്രതിജ്ഞ? എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്ത് കൃത്യമായിട്ട് നടത്തും എന്നാണ് പറയണത്, അല്ലേ? എന്നിട്ട് അതിൽ നിന്ന് തെറ്റി ജീവിക്കണോന് ഒരു പദവിക്ക് അർഹനാണോ? നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുന്ന ഉടനെ ഒരു സത്യപ്രതിജ്ഞ നടത്തുന്നുണ്ട്. എന്താണത്? ദുആഉൽ ഇഫ്തിതാഹ്. എന്താ സാധനം അത്? വജ്ജഹതു. ഒന്ന് ചൊല്ലിക്കേ. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാത് ഹനീഫൻ മുസ്ലിമൻ ഇന്ന സ്വലാത്തി. എന്റെ നിസ്കാരവും വനുസുക്കി വമഹ്യായ വമമാത്തി. എന്റെ നിസ്കാരവും എന്റെ മുഴുവൻ കാര്യങ്ങളും, എന്റെ ജീവിതം മുഴുവനും, എന്റെ മരണം തന്നെയും നിനക്കുള്ളതാണല്ലോ. അതായത് നമ്മൾ മുഴുവൻ നമ്മളെ തന്നെ ആർക്ക് ബലി കഴിക്കുകയാണ്? അല്ലാഹ്ക്ക്. അപ്പോ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് ആ യാഥാർത്ഥ്യത്തിൽ നിൽക്കുന്നവന് നിസ്കാരത്തിൽ എന്ത് കിട്ടുള്ളൂ? ആസ്വാദനം കിട്ടുള്ളൂ. ഈ സത്യപ്രതിജ്ഞ കൃത്യമാകണമെങ്കിൽ അവൻ എന്ത് കിട്ടണം? അൽഹംദുലില്ലാ കിട്ടണം. അല്ലാതെ ഈ സത്യപ്രതിജ്ഞ റെഡിയാവില്ല. കാരണം ഇന്നിപ്പോ നമ്മൾ വജ്ജഹത്തില്ലേ, വജ്ജഹത്ത് ചൊല്ലിയോന്ന് തന്നെ നമുക്ക് സംശയമാണ്. പിന്നെയല്ലേ സത്യപ്രതിജ്ഞ റെഡിയായോ? റബ്ബുൽ ആലമീനെ തിരിച്ചറിയാതെ മുഅ്മിനാകാൻ നമുക്ക് കഴിയില്ല. അപ്പോ ഈ റബ്ബുൽ ആലമീൻ
എന്ന് പറഞ്ഞാല് അള്ളാനെ കുറിച്ചുള്ള പഠനമാണ്. ആരെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് പറഞ്ഞേ? ഇതൊരു ക്ലാസ്സിൽ പരിമിതപ്പെടുത്താനൊന്നും പറ്റൂല. ഈ ഒരു ക്ലാസ് ഞാൻ ഇങ്ങനെ നിന്നെടുക്കുകയാണെങ്കിൽ എൻ്റെ മരണം വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ, അല്ലെങ്കിൽ ഖിയാമത്ത് നാള് വരെ പറഞ്ഞാലും റബ്ബുൽ ആലമീനെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഓരോ പുൽക്കുടിയിലും കാണാം റബ്ബുൽ ആലമീനെ, ഓരോ മഴത്തുള്ളിയിലും കാണാം റബ്ബുൽ ആലമീനെ, കടലിലെ തിരമാലയിൽ കാണാം റബ്ബുൽ ആലമീനെ, തിരമാലകൾക്കിടയിലെ നുരകളിൽ കാണാം റബ്ബുൽ ആലമീനെ. ഒരു ക്ലാസ് കൊണ്ട്, 1000 ക്ലാസ് കൊണ്ട്, 1,00,000 ക്ലാസ് കൊണ്ട്, 1,00,00,000 ക്ലാസ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റൂല. മരണം വരെ പറഞ്ഞാലും തീരൂല റബ്ബുൽ ആലമീനായ അല്ലാഹ്. ആ ബോധ്യത്തിൽ പറയണമെന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ അറിവിന് വേണ്ടിയിട്ടാണ് പടച്ചോൻ എന്നെയും നിങ്ങളെയും പടച്ചത്. പടച്ചോൻ എന്നെയും നിങ്ങളെയും പടച്ചത് എന്തിനാ? അല്ലല്ലോ ഉസ്താദ്, ഞങ്ങള് പണ്ട് മുതലേ വാഴലിലൊക്കെ കേട്ടിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പടച്ചത് എന്നല്ലേ? അല്ലേ? അത് 1ാം ക്ലാസ്സിലെ വർത്താനാ. നിങ്ങളിപ്പോ ഗ്രേഡ് കൂടി, നിങ്ങൾ കുറെ അൽഹംദുലില്ലാ പഠിച്ചു, നിങ്ങൾ അല്ലാഹനെ കുറെ തിരിച്ചറിഞ്ഞു. നിങ്ങളിപ്പോ 1ാമത്തെ ക്ലാസ്സിലല്ല, കുറച്ച് ഗ്രേഡ് ഇങ്ങനെ നിങ്ങൾക്ക് കയറി വരികയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വെറും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ല മനുഷ്യനെ അള്ളാഹു പടച്ചിട്ടുള്ളത്. കാരണം എന്താ? ഇബാദത്ത് ചെയ്യാൻ മനുഷ്യനല്ലാണ്ട് കുറെ വർഗങ്ങൾ ഭൂമിയിലുണ്ട്. ജീവനില്ലാത്ത അചേതന വസ്തുക്കൾ പോലും ആർക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്? ഓരോ പുൽക്കുട്ടിയും ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഈ മുസല്ല ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന മൈക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഇതെവിടെയുണ്ട്? ഖുർആനിലുണ്ട്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലഹു യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്. ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതും എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്, എല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട്, എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. പിന്നെന്തിനാ അപ്പൊ മനുഷ്യനും ജിന്നിനെ അല്ലാഹ് എക്സ്ട്രാ പടച്ചത്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആയത്താണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്താ അതിനർത്ഥം? അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ. അതിന്റെ യഥാർത്ഥ ആശയം അങ്ങനെയല്ല. ഇമാം റാസി റഹിമഹുല്ല, ഇമാം ഖുർത്തുബി റഹിമഹുല്ല, അങ്ങനെ തുടങ്ങി മുഴുവൻ മുഫസ്സിറുകളും രേഖപ്പെടുത്തി ഇല്ലാ ലിയഅ്ബുദൂനി എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയഅരിഫൂനി, എന്നെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യവർഗത്തെയും ഭൂതവർഗത്തെയും അള്ളാഹു പടച്ചിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ. വെറുതെ ഇബാദത്ത് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾ വെറുതെ ഇബാദത്ത് ചെയ്താൽ പോരാ, എന്നെ എന്ത് ചെയ്യണം? എന്നെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യണം, അള്ളാനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യണം. ഇപ്പോ ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. ഖുദ്സിയായ ഹദീസിൽ അള്ളാഹ് പറയുന്നുണ്ട് കുൻതു കൻസൻ മഖ്ഫിയൻ, ഞാൻ ഒളിഞ്ഞിരുന്ന ഒരു നിധികുംഭമായിരുന്നു. അള്ളാഹ് ആരാണെന്ന്? ഞാൻ രഹസ്യമായിരുന്നൊരു നിധിയായിരുന്നു. പിന്നെന്ത് സംഭവിച്ചു? ഞാനൊന്ന് വെളിപ്പെടാൻ, അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അള്ളാന്റെ വർത്താനം ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഞാനൊരു രഹസ്യമായ നിധികുംഭമായിരുന്നു, അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചപ്പോ ഫഖലഖ്തുൽ ഖലായിഖ്, ഞാൻ സൃഷ്ടികളെ പടച്ചു. അല്ലാഹു റബ്ബുൽ ആലമീൻ. അങ്ങനെ ഈ സൃഷ്ടികളെ പടച്ചത് എന്തിനാ? ആരറിയാനാണ്? അള്ളാനെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഖിലാഫത്ത് ഏറ്റെടുക്കാനായിട്ട് ആർക്കു മാത്രമേ പറ്റിയിട്ടുള്ളൂ? മനുഷ്യവർഗത്തിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ. മനുഷ്യൻ അള്ളാനെ തിരിച്ചറിയുന്നത് പോലെ ജിന്നുകൾക്ക് കഴിയില്ല, മലക്കുകൾക്ക് കഴിയില്ല, ഒരു മൃഗത്തിനും കഴിയില്ല, ഒരു സൃഷ്ടി ചരാചരത്തിനും കഴിയില്ല. കാരണം അവനെ അള്ളാഹുവിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ല കഴിഞ്ഞാൽ പിന്നെ അള്ളാ എന്ന് എത്ര തവണ അള്ളാഹ് കൊണ്ടുവന്നിട്ടുണ്ട്? എത്ര തവണയുണ്ട്? ഒറ്റായത്തിലേ ഉള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ, ഒറ്റായത്തിലുള്ളൂ. ബാക്കി മുഴുവൻ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, പരിചയപ്പെടുത്താൻ. റഹ്മാൻ, റഹീം, മാലിക് യൗമിദ്ദീൻ. പിന്നെ അള്ളാഹുവിലേക്കുള്ള വഴി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആ റഹ്മാനായ റഹീമായ മാലിക് യൗമിദ്ദീനായ അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴിയാണ് പിന്നീട് ഫാത്തിഹയിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഈ വഴിയിലൂടെ നമ്മൾ എങ്ങനെയാ പോവുക?
ഒരു ഖുദ്സിയായ ഹദീസും കൂടെ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുന്ന് പറയാണ്, അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ, അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റൻ, എന്നിലേക്ക് എന്റെ ഒരടിമ ഒരു ചാൺ അടുത്താൽ, ചഖറബ്തു ഇലൈഹി ദിറാഅൻ, ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും. എങ്ങനെ? എന്നിലേക്ക് എന്റെ ഒരടിമ ഒരു ചാൺ അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും. ഇനി പറയാൻ, എന്നിലേക്ക് എന്റെ ഒരടിമ ഒരു മുഴം അടുത്താൽ, ചഖറബ്തു ഇലൈഹി ബാഅൻ, ഞാൻ അവനിലേക്ക് ഒരു വാര അടുക്കും. ഒരു വാര എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ നീട്ടിപ്പിടിച്ച് എത്രയുണ്ട്? നമ്മുടെ ഹൈറ്റ് ആണ് ഈ കാണുന്നത് അല്ലേ? നമുക്ക് എത്ര ഉയരമുണ്ടെന്ന് അറിയാണെങ്കിൽ 2 കൈ നീട്ടിപ്പിടിച്ചൊന്ന് അളന്ന് നോക്കിയാൽ മതി. ഇത്രയും അള്ളാഹു നമ്മിലേക്ക് അടുക്കും. പരിശുദ്ധ റസൂലുള്ളാഹ് എന്നിട്ട് പറയുന്നുണ്ട്, വഇദാ അതാനി യംശി, എന്നിലേക്ക് ഒരടിമ നടന്നു വന്നാൽ, അത്തൈതുഹു ഹർവല, ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. എങ്ങനെയാ അള്ളാഹിനോട് അടുക്കല്? എങ്ങനെ അടുക്കുക? അതായത് ഇപ്പൊ ഈ മിമ്പറിനോട് അടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ മിമ്പർ ഇവിടെ ഉണ്ട് ഇല്ലേ? മിമ്പർ ഇവിടെ ഇല്ലേ? എന്റെ വീട്ടിലേക്ക് ഞാൻ അടുത്തു എന്ന് പറയുമ്പോ വീട് അവിടെ ഉണ്ട്, എനിക്ക് അടുക്കാൻ പറ്റും. എരമം പള്ളിയിലേക്ക് ഞാൻ അടുത്തു, പള്ളി അവിടെ ഉണ്ട്, എനിക്ക് അടുക്കാൻ പറ്റും. അല്ല എവിടെ? അല്ല എവിടെ? അള്ളാഹ്ക്കൊരു സ്ഥലമുണ്ടോ? ഒരു സ്ഥാനമുണ്ടോ? അല്ലാഹു മുനസ്സഹുൻ അനിൽ ജിഹാത്തി വൽ മക്കാൻ, സ്ഥലങ്ങളിൽ നിന്ന്, ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു സുരക്ഷിതത്വം ലഭിച്ചവനാണ്. അള്ളാഹുവിന് ഭാഗമില്ല, സ്ഥലമില്ല, സ്ഥലകാലത്തിന് അധീതനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. പിന്നെങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും? 2 കാര്യങ്ങൾ. ഒന്ന്, അടിമയായിക്കൊണ്ട് ആഗ്രഹവും പരിശ്രമവും വേണം. എന്തൊക്കെ വേണം? ആഗ്രഹം എന്താ? പഠിച്ചോനെ, നിന്നെ കിട്ടണമല്ല, നിന്നെ വേണമല്ല, ഈ കൽബിലേക്ക് നിന്നെയൊന്ന് കിട്ടണമല്ല, നിന്നെയൊന്ന് ആസ്വദിക്കണമല്ല. ഈ കൊതി നമ്മുടെ കൽബിൽ വേണം. കൊതി ഉണ്ടായാൽ മാത്രം പോരാ, രണ്ടാമത് പരിശ്രമം വേണം. ഒരാൾക്ക് ഹജ്ജിന് പോകണം, പഠിച്ചോനെ ഹജ്ജിന് പോകണം ഭയങ്കര കൊതിയാണ്, കിട്ടുന്ന പൈസയൊക്കെ ദൂർത്തടിച്ച് കളയും. ഇയാൾ ഹജ്ജിന് പോവോ? പരിശ്രമം വേണ്ടേ? അപ്പൊ അള്ളാഹുവിനെ കിട്ടാനുള്ള പരിശ്രമം എന്താണ്? അതിൽപ്പെട്ട ഒന്നാണിത്. ഖുർആൻ പഠിക്കുക. എങ്ങനെ പഠിക്കണം? കേവലം അർത്ഥം വായിച്ചു പോയിട്ട് കാര്യമില്ല, ആഴത്തിൽ ഖുർആൻ പഠിക്കണം. അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വായിക്കുക, അതിനുള്ള പരിശ്രമമാണ്. അള്ളാഹുവിനെ അറിഞ്ഞ മഹത്തുക്കളുടെ സുഹബ സ്വീകരിക്കുക, അവരുടെ അടുത്ത് പോയിരിക്കുക, അള്ളാഹിനെ കുറിച്ച് അവർ പറയുന്നത് കേട്ട് പഠിക്കുക. ഇതൊക്കെ അള്ളാഹിനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു ചാണെടുത്താൽ അള്ളാഹു നിങ്ങളിലേക്ക് ഒരു മുഴമെടുക്കും. ഒരു മുഴം നിങ്ങൾ എടുത്താൽ അള്ളാഹു നിങ്ങളിലേക്ക് ഒരു വരയെടുക്കും. നിങ്ങൾ അള്ളാഹുവിലേക്ക് നടന്നു നോക്കിയാൽ അള്ളാഹു നിങ്ങളിലേക്ക് ഓടി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ അതിനുള്ള പരിശ്രമം നമ്മിൽ ഉണ്ടാകണം. ഇനി അള്ളാഹ് നമ്മിലേക്ക് അടുക്കുന്നത് എങ്ങനെയായിരിക്കും അള്ളാഹ് നമ്മിലേക്ക് അടുക്കുക? ചിലര് പറയും, അള്ളാഹ് ഒരാൾക്ക് അടുത്താലേ, അതായത് ഇപ്പോ ഒരാൾ പെട്ടെന്ന് സമ്പന്നനായി, ഇപ്പൊ ഒരു ഡയലോഗ് എന്താണ്? അള്ളാഹ് ഭയങ്കര ഇഷ്ടാണ് കേട്ടാ. ഹബീബ് റസൂലുള്ളാഹ്, അള്ളാഹു എങ്ങാനും ഈ ദുനിയാവിനൊരു വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ, എത്രത്തോളം ഒരു കൊതുകിന്റെ അല്ലെങ്കിൽ ഒരു ഈച്ചയുടെ ഒരു ചിറകിന്റെ അത്ര വില കൽപ്പിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ കാഫിറിന് ഒരു തുള്ളി വെള്ളം ഈ ദുനിയാവിൽ കുടിക്കാൻ കിട്ടില്ലായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. പക്ഷെ അള്ളാഹ് ഈ ദുനിയാവിന് ഒരു വിലയും കൊടുത്തിട്ടില്ല. അപ്പൊ ഒരാൾക്ക് സാമ്പത്തിക സൗകര്യം ഉണ്ടായതുകൊണ്ട് അള്ളാഹ് അവനിലേക്ക് അടുത്തു എന്ന് പറയാൻ പറ്റുമോ? പിന്നെ ചിലര് പറയും, അയാൾ ദ്വാരുന്ന പെട്ടെന്ന് ഉത്തരം കിട്ടും കേട്ടോ. ദ്വാ ചെയ്താല്, അതായത് ദ്വാ ചെയ്താൽ ഉത്തരം കിട്ടൽ അള്ളാഹുവുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് പറയാൻ മാത്രമുള്ള തെളിവാണോ? ആണോ? നിങ്ങൾ പറയാണോ? ചിലപ്പോഴൊക്കെ ദ്വായിന് ഉത്തരം കിട്ടാതിരിക്കലാണ് ഹൈർ. മൊയിലേരെന്തേ പറയണല്ലേ? ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞിട്ടും ആ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കലാണ് ഖൈർ. ഞാനല്ല പഠിപ്പിക്കണേ, സയ്യിദുനാ റസൂലുള്ളാഹ്. കാരണം എന്താ? അന്ത്യനാളിൽ അള്ളാഹു വിളിച്ചു ചോദിക്കും, എന്നോട് ആത്മാർത്ഥതയോടെ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്ത എന്റെ അടിമകളൊക്കെ എവിടെ? പതിരാവിന്റെ യാമങ്ങളിൽ തഹജ്ജുദ് നിസ്കരിച്ച് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് എന്നോട് ദുആ ചെയ്തിട്ടും ഉത്തരം കിട്ടാത്ത എന്റെ അടിമകൾ എവിടെ? അള്ളാഹു ചോദിക്കും അത്രേ. അപ്പൊ കുറെ അടിമകൾ ഇങ്ങനെ വരും,
അല്ലാഹു റബ്ബുൽ ആലമീൻ മലക്കുകളെ വിളിച്ചിട്ട് പറയും, മലക്കുകളെ, ഇവർക്കെല്ലാം നിങ്ങൾ സ്വർഗീയ ലോകത്തുന്നത ദറജ കൊടുക്കണേ. അപ്പൊ അവിടേക്കാണ് അടിമകൾ പറയും, പടച്ചോനെ, ഇതറിഞ്ഞെങ്കിൽ നീ ഞങ്ങൾക്ക് ഒരു ദുആക്കും ഉത്തരം തരണ്ടായിരുന്നല്ലോ അല്ലാ. ഇതിന് ഞങ്ങൾ ഉത്തരം തന്നെ ഇടങ്ങേറാക്കിയത്. ഒരു ദുആക്കും ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ എന്ന് അവർ കൊതിക്കുമായിരുന്നു, കൊതിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ദുആക്ക് ഉത്തരം കിട്ടലല്ല, കിട്ടാതിരിക്കലാണ് വലിയ കാര്യം എന്നാണ്. സംഗതി മനസ്സിലായെങ്കിൽ മനസ്സിലായോ? അപ്പൊ ഒരാൾക്ക് ദുആക്ക് ഉത്തരം കിട്ടി എന്നതുകൊണ്ട് അയാൾ അള്ളാഹുവിലേക്ക് അടുത്ത ആളാകും. അത് മാത്രം കൊണ്ട് അടുത്ത ആളാകുമോ? ആകൂല എന്ന് പഠിപ്പിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇപ്പൊ ദുആ ചെയ്താൽ 3 തരത്തിലാണ് ഉത്തരം. നമുക്കറിയാം, ചിലപ്പോ അള്ളാഹ് അപ്പൊ തന്നെ തരും, അല്ലേ? ചിലപ്പോഴോ അതിനേക്കാൾ ഉത്തമമായത് തരും, അല്ലെങ്കിൽ ഒരു ഷെറിനെ അള്ളാഹ് തട്ടിക്കളയും. ഇപ്പൊ ഒരാൾ ദ്വാരക്കാണ്, പഠിച്ചോനെ, അതായത് ഇപ്പൊ എരമത്ത് ഡെങ്കിപ്പനി എല്ലാവർക്കും വരുന്നു എന്ന് വിചാരിക്കുക, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഒരാൾ ദ്വാരക്കാണ്, പഠിച്ചോനെ, എനിക്ക് ഡെങ്കിപ്പനി തരല്ലേ അള്ളാഹ്. ഇവൻ കരഞ്ഞു ദ്വാരക്കാണ്. അന്ന് വൈകുന്നേരം ഇവന് ഡെങ്കിപ്പനി പിടിച്ചു. അത് വരുന്നില്ലായിരിക്കും, ശരിക്കും പിടിക്കൂലായിരുന്നു. അപ്പൊ ഡെങ്കിപ്പനി കിട്ടി. അപ്പൊ നമ്മളെന്ത് മനസ്സിലാക്കി? ഒരു ദ്വാരന്നിട്ടും പഠിച്ചോനെ എങ്ങോട്ട് ഡെങ്ങേറായി കളഞ്ഞല്ലേ. അങ്ങനെയാണോ സംഗതി? പിന്നീട് ഒരു വലിയ ന്യൂമോണിയ നിനക്ക് വരാനിരിപ്പുണ്ട്, നിന്റെ കരളിന് പിടിക്കാനിരിപ്പുണ്ട്, ആ രോഗത്തിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ രോഗം അള്ളങ്ങ് തട്ടിക്കളഞ്ഞു, ഈ ന്യൂമോണിയ എന്നിട്ട്. എന്തേ കാരണം? നിന്റെ ദുആയ. അങ്ങനെ സംഭവിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. 3-മത്, ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അത് ആഖിറത്തിലേക്ക് അല്ലാഹ് മാറ്റിവെക്കും, നിങ്ങൾക്ക് പ്രതിഫലം തരാൻ. സയ്യിദുനാ റസൂലുള്ളാഹ്. അള്ളാഹ്ക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ, ചെറിയ ഇഷ്ടമൊന്നുമല്ല, ഒരു അടാറ് ലവാണ് അള്ളാഹ്ക്ക് ഒരാളോടെങ്കിൽ, പടച്ചോൻ അവൻ ചോദിക്കുന്നതിന് പെട്ടെന്ന് ഉത്തരം കൊടുക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരുപാട് ഹദീസുകൾ അതിന് തെളിവുണ്ട്. എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, പെട്ടെന്ന് ഉത്തരം കൊടുക്കൂല. യാക്കൂബ് നബി കരഞ്ഞ് നബിയുടെ അവസ്ഥ പറയണേ. നബി കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോയി. എന്തിന്? യൂസുഫ് നബി ഒന്ന് കാണാൻ. 10-30 കൊല്ലം കഴിഞ്ഞിട്ടാണ് യൂസുഫ് നബിയെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത്. അപ്പോഴാണ് അള്ളാഹ് ദുആ സ്വീകരിക്കണത്. യാക്കൂബ് നബി ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ? അള്ളാന്റെ റസൂലല്ലേ, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ. അപ്പൊ അള്ളാഹ്ക്ക് ഒരാൾ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കൂല എന്നാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. അവിടുത്തെ ഒരു ഹദീസില്ലേ, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തല. അള്ളാഹുവിന് ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ നന്നായി പരീക്ഷിക്കും സയ്യിദുനാ റസൂലുള്ളാഹ്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഇങ്ങനെ നിരന്തരം പരീക്ഷണങ്ങൾ നേരിടുമ്പോ നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മളെ ആർക്കിഷ്ടാണ്? ഫലസ്തീനിലെ സഹോദരങ്ങൾ നിരന്തരം അവരിങ്ങനെ പരീക്ഷിക്കപ്പെടുകയാണ്, ക്രൂരമായി വേട്ടയാടപ്പെടുകയാണ്. എന്തേ? അള്ളാഹ്ക്ക് അവരെ ഭയങ്കര ഇഷ്ടാണ്. ഹത്താ യസ്മഉ സൗതു. പടച്ചോൻ അവരുടെ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. എങ്ങനെ? നിങ്ങൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് അല്ലാ എന്നെ രക്ഷിക്കണേ, പടച്ചോനെ എന്ന് നീ വിളിക്കുന്ന വിളി, അത് കേൾക്കാൻ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാണ്. ഒരു യുക്തിവാദി എന്തൊരു സൈക്കോയാണല്ലേ പടച്ചോൻ, ഇതൊരു ക്രൂരനാണ്. യുക്തിവാദിയുടെ കണ്ണുകൊണ്ടല്ല മുഅ്മിൻ അല്ലാഹനെ കാണേണ്ടത്. അവൻ ആ മനുഷ്യനെ ഊതിക്കാച്ചിയെടുക്കുകയാണ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ സയ്യിദുനാ റസൂലുള്ളാഹ്. അവന് വലിയൊരു ലോകം വരാനുണ്ട്, അവിടെ അത്യുന്നതങ്ങളിലേക്ക് അവൻ എത്തണം. ഈ ദുനിയാവിൽ അവൻ ഖൽബിന്റെ കണ്ണുകൊണ്ട് അല്ലാഹനെ കാണണം. അതിന് ഈ പരീക്ഷണങ്ങൾ തളരാതെ അവൻ അള്ളാഹുവിലേക്ക് മാത്രം ചേർന്ന് നിൽക്കണം. അതിനാണ് അവനെ പരീക്ഷിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരിക്കല് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹ് ചോദിക്കാൻ, ജിബ്രീലേ, എന്റെ അടിമ എന്നോട് ചോദിക്കുന്നത് നീ കേട്ടോ, ദുആ ചെയ്യുന്നത് കേട്ടോ? നഅം യാ റബ്ബി, ഞാൻ കേട്ടല്ലോ. നഅം യാ റബ്ബി, ബോറടിക്കുന്നുണ്ടോ? ഞാൻ കേട്ടല്ലോ പടച്ചോനെ. എന്നാലേ ഞാൻ ചോദിക്കുന്നത് അങ്ങ് കൊടുത്തേക്ക്. ഇപ്പൊ കൊടുക്കണ്ട, പതിയെ കൊടുത്താൽ മതി. ഇന്നി ഉഹിബ്ബു അൻ അസ്മഅ സൗതഹു ബിദുആഇ. അവൻ എന്നെങ്ങനെ വിളിച്ച് ദുആ ചെയ്യുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിബ്രീലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ. വേണ്ട, നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങള് ചിലപ്പോ ഒരു സാധനം ആദ്യമായിട്ട് വർത്താനം പറയുന്ന കുട്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ അത് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലേ? ഇപ്പൊ എന്റെ കുഞ്ഞ് ആദ്യമായിട്ട് ഒരു സാധനം വാങ്ങിത്തരാൻ പറഞ്ഞു, അപ്പൊ ശരമ്മ തരുമോ എന്ന് ചോദിച്ചു. ഷവർമ്മയാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ശരമ്മ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? വീണ്ടും എന്തുട്ടത് ഇതെന്താ? ബാപ്പയായ എനിക്ക് എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹാണ്. ആ കുഞ്ഞിന്റെ കൊഞ്ചലും വർത്തമാനങ്ങളും വീണ്ടും കേൾക്കാനുള്ള കൊതി, അല്ലേ? റബ്ബുൽ ആലമീനായ തമ്പുരാന്
നമ്മൾ ഈ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് അവൻ ഇങ്ങനെ വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ വല്ലാത്ത ഇഷ്ടമാണ്. കാരണം ഈ പ്രതിസന്ധി ഒന്നും തന്നില്ലെങ്കിൽ നീ വിളിക്കൂല എന്ന് ആർക്കറിയാം? നീ വിളിക്കൂല. അപ്പൊ ഈ പ്രതിസന്ധികൾ തരണം എന്തിനാ? നിന്റെ വിളി ധാരാളം അള്ളാഹ്ക്ക് കേൾക്കാനാ. ആ വിളി കേൾക്കാൻ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നാ ചില മനുഷ്യന്മാരുണ്ട്, ചിലപ്പോ അയൽവക്കത്തുള്ളവൻ ഭയങ്കര ഇടങ്ങേറ് പിടിച്ചവനായിരിക്കും. അടുത്ത് വന്നിട്ട് ഇക്ക ഒരു 500 രൂപ ഉണ്ടാ? പിന്നെന്താ കൊണ്ടുവയ്ക്കും. വേഗം കൊടുക്കണതിന്റെ ഒരു കാരണം എന്താണ്? പഠിച്ചോണ്ട് ഇനി നിന്ന് കഴിഞ്ഞാൽ വർത്താനം പറഞ്ഞ് മനുഷ്യരെ ഇടങ്ങേറാക്കി കളയും. എന്നാണെങ്കിലും പോയിക്കോന്ന്, 500 പോണെങ്കിൽ പോയിക്കോട്ടെ എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ വീണ്ടും ജിബ്രീലിനോട് പറയും, ജിബ്രീലെ ലവൻ ചോദിക്കുന്നത് കേട്ടോ. നഅം യാ റബ്ബി, വേഗം തന്നെ കൊടുത്തേക്ക്. ഇന്നി അക്റഹു അൻ അസ്മഅ സൗത, അവന്റെ ശബ്ദം കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. അവനങ്ങ് കൊടുക്കണ്ടൊക്കെ കൊടുത്തു വിട്ടേക്ക്, ഇനി അവൻ ചോദിക്കണ്ടെന്ന് അള്ളാഹു പറയും. സയ്യിദുനാ റസൂലുള്ളാഹ്. ഒന്ന് ആലോചിച്ചൊക്കെ. അപ്പൊ പെട്ടെന്ന് ദുആഇന് ഉത്തരം കിട്ടി എന്നത് കൊണ്ട് മാത്രം അള്ളാഹു നമ്മളായിട്ട് കണക്റ്റാഡേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ അള്ളാഹുവിലേക്ക് അത്രമേലടുത്തവർക്ക് പെട്ടെന്ന് കിട്ടും, അത് വേറെ വിഷയം, അതിലേക്ക് നമ്മൾ വരും. സ്വഹാബത്ത് വന്ന് നബിതങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അലാ തദ്ഉല്ലാഹ ലനാ. ഒരുപാട് പീഡനം അവരനുഭവിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആർക്കൂല്ലേ നബിയേ? ഹബീബായ റസൂലുള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ ഇത്ര തിരക്ക്? ദുആ ചെയ്ത് കൊടുത്തില്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ദുആ ചെയ്യുക, അതിന് ഉത്തരം കിട്ടുക എന്നുള്ളത് അള്ളാഹുവുമായിട്ട് അടുത്തു എന്നതിനെ തെളിവാക്കാൻ പറ്റിയൊരു കാരണമല്ല. അത് മാത്രം എന്തല്ല, ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. ഇനിയുണ്ട് ചില ആളുകൾ പറയും, അള്ളാഹ് ഒരാളായിട്ട് അടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മാരക രോഗമൊന്നും വരൂല കേട്ടോ. ഒരു മനുഷ്യന് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചെയ്തു കൂട്ടിയതിന്റെ പാപക്കറകളുടെ ഒരു സംഗതിയാണത് അല്ലേ? ഒരുത്തൻ എവിടെയെങ്കിലുമൊക്കെ തട്ടി വീണാൽ, അല്ലെങ്കിൽ ഒരു തീ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഇടങ്ങേറാണത്, പടച്ചോന്റെ അല്ലെ, എത്ര മനുഷ്യന്മാരുടെ പ്രാക്കാണോ മേടിച്ചു കൂട്ടിയേക്കണത് എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹ് ഇഷ്ടപ്പെട്ട രോഗം കൊടുക്കൂലേ? കൊടുക്കും എന്നാണ് പഠിപ്പിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി ബാധിച്ചു കിടക്കുമ്പോൾ ചെല്ലുകൾ യുഅഖു വഅഖൻ ശദീദ, അതികഠിനമായ പനി, അതായത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മുത്തുനബി ഒന്നും കൂടെ കനത്ത പനി. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താ നബി ഇങ്ങനെ പനിക്കുന്നത്? ഇന്നി ഉഅഖു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്ന് 2 പേരനുഭവിക്കുന്ന പനി അള്ളാഹ് എനിക്ക് തന്നിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. അബ്ദുള്ള ചോദിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു, എന്തിനാ നബിയെ, കൂടുതൽ സ്ഥാനം കിട്ടാനാണോ? അതെ അബ്ദുല്ലാഹ്, സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. അപ്പൊ റബ്ബുമായി, അതായത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി പറഞ്ഞു. ഇനി അള്ളാഹ് നമ്മിലേക്ക് അടുത്താൽ ഈ വക സാധനങ്ങളൊന്നുമല്ല കിട്ടുക, നമുക്ക് കിട്ടുന്നത് മഅരിഫത്ത്, അള്ളാഹുവിന്റെ മഅരിഫത്ത്. അതായത് നമ്മളും അള്ളാഹുവും തമ്മിൽ ഉള്ള ഒരു ബന്ധത്തിനിടയിൽ നിൽക്കുന്ന ഒരു മറയുണ്ട്. ആ മറയങ്ങ് നീങ്ങും, ആ കർട്ടനങ്ങ് നീങ്ങും. ഖൽബിന്റെ കണ്ണുകൊണ്ട് എനിക്ക് ആരെ കാണാൻ പറ്റും? അള്ളാഹിനെ കാണാൻ പറ്റും. അതായത് എന്റെ ഏതൊരു വിഷയത്തിലും എനിക്ക് അള്ളാഹുവിലേക്ക് എന്റെ ചിന്തയെ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണത്തിലൂടെ എനിക്ക് ആരെ കാണാൻ പറ്റും? എനിക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും എനിക്ക് ആരെ കാണാൻ പറ്റും? എന്റെ കുഞ്ഞ് അബോഷനായി പോയാലും എനിക്ക് ആരെ കാണാൻ പറ്റും? എന്റെ കെട്ടിയോളായിട്ട് നല്ല നിലയിൽ ജീവിതം ഉണ്ട്, എനിക്ക് ആരെ കാണാൻ പറ്റും? കെട്ടിയോളായിട്ട് ഞാൻ പിണങ്ങി നിൽക്കുമ്പോഴും എനിക്ക് ആരെ കാണാൻ പറ്റും? അവിടെ അള്ളാഹിനെ കുറ്റപ്പെടുത്തി പോവല്ല, ഇതിലൂടെയും ഞാനും നീയും തമ്മിലുള്ള ബന്ധം എവിടെയോ ബ്രോക്കായിട്ടുണ്ട് കേട്ടോ മോനെ, അത് ശരിയാക്കിക്കോ, ഇത് ഓട്ടോമാറ്റിക്കലി ശരിയാകുമെന്ന് അള്ളാഹു പഠിപ്പിച്ചു തരാൻ. അങ്ങനെ ഓരോരോ ബന്ധങ്ങളിലൂടെയും അള്ളാഹിനെ ഖൽബിന്റെ കണ്ണുകൊണ്ട് കണ്ട് അതിൽ തൃപ്തിപ്പെട്ട് അൽഹംദുലില്ലാ പറയാൻ കഴിയും. അവനാണ് അള്ളാഹുവുമായി അടുത്തവൻ. പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. നീ ഇതെങ്ങനെ വർക്കൗട്ട് ആക്കി എടുക്കണം നമുക്ക് അടുത്ത ആഴ്ച പറഞ്ഞാൽ പോരെ? ഈ പറയുന്ന സംഗതികളൊക്കെ കുറച്ചാണെങ്കിലും ഇതൊക്കെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്യണം. ഇതൊന്ന് ആസ്വദിക്കണം. നമ്മൾ അള്ളാഹുമായിട്ടുള്ള മഹബത്ത് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ മാറ്റേണ്ടായ ഒരുപാട് ആളുകളില്ലേ? ആ മഹബത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ വസ്തുക്കൾ വീട്ടിൽ പോയി കിടക്കാൻ നേരത്തൊന്ന് കൽബിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്ന് പറഞ്ഞ വിഷയങ്ങൾ, എൻ്റെ റബ്ബ് എനിക്ക് തന്നത്, ഞാൻ എങ്ങനെ ഒരു അടിമയാകും, ഞാൻ എങ്ങനെ അതിൽ തൃപ്തിപ്പെടും, ഈ വിഷയങ്ങളൊക്കെ ചിന്തിച്ചിട്ട് മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാ പറഞ്ഞു നോക്കിയേ, ലൈഫ് അടിപൊളിയാകും. അൽഹംദുലില്ലാ. ഇപ്പം എല്ലാവരും കേട്ടല്ലോ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹ് ദൂരീകരിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഒരു പ്രത്യേക ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് വൈകുന്നേരം വിശാലമായിട്ട് ദുആ ചെയ്യാം. ഇപ്പം ഇത്രയും സമയം വൈകിയല്ലോ. ഏതായാലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. മനസ്സിൽ പല സങ്കടങ്ങളുണ്ട്. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹു അർത്ഥപൂർണ്ണമായ ജീവിതമാക്കി തീർക്കുമാറാകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.